നമ്മുടെ അപ്പാനിയും അഭിലാഷും ഒക്കെ കൂടെ ചേർന്നിട്ട് നമ്മുടെ ജിസേലിനെ ഒന്ന് ഇളക്കാനായിട്ട് തീരുമാനിക്കുന്നു. കൂട്ടത്തിൽ അക്ബറും നമ്മുടെ ആര്യനും ഒക്കെ ജോയിൻ ചെയ്യുന്നു. എല്ലാവരും ചേർന്നിട്ട് വെറുതെ ഇരുന്ന അവിടെ നമ്മുടെ ജിസേലിന്റെ അടുത്ത് പോയിട്ട് അവരെ ചൊറിഞ്ഞ് അവരൊന്നും ഇടപെടുന്നില്ല, നിങ്ങൾ എന്താണ് ഇങ്ങനെയാണോ ബിഗ് ബോസ് നിൽക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ചൊറിഞ്ഞ് ഇളക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ജിസേൽ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ശരിക്കും ജിസേലിനെ റാഗ് ചെയ്യുന്ന പോലെ ചൊറിയാനായിട്ട് ഇവർ പോയതാണ്. ഇതിനിടയിൽ ജിസേൽ ചില പോയിന്റ്സ് പറയുന്നുണ്ട്, നിങ്ങളിവിടെ അനീഷിന്റെ പുറകെ ഗ്യാങ് ആയിട്ട് നടക്കുന്നതല്ലാതെ നിങ്ങൾ വേറെ എന്താണ് ഇവിടെ ചെയ്യുന്നത്, അതിനെന്തായാലും എന്നെ കിട്ടില്ല എന്ന് തിരിച്ച് ജിസേൽ പറയുന്നുണ്ട്. അതൊരു പോയിന്റ് ആണ്. അനീഷിന്റെ പുറകെ നടക്കാതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കുന്ന ആ ഒരു ലെവലിലോട്ട് എത്തിയിട്ടില്ല ഇപ്പോഴും. ആ സമയത്ത് ജിസേൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഗുണ്ടായിസം കാണിക്കുകയാണോ, നിങ്ങൾ ഗുണ്ടകളെ പോലെയാണ് 4-5 പേര് എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേലും തിരിച്ച് പറയുന്നുണ്ട്. ഇതിനിടയിൽ അക്ബറിന്റെ കൗണ്ടറുകൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, നല്ല രസമുണ്ട്. അക്ബർ പറയുന്നുണ്ട്, എന്തിനാടാ കൊന്നിട്ട്, ഞങ്ങൾ ഗുണ്ടകളല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ വൈറൽ ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗ് സ്പോണ്ടേനിയസ് ആയിട്ട് അടിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ആദ്യ ബേട്ട എന്നൊക്കെ പറഞ്ഞ് ഹിന്ദിയൊക്കെ പറഞ്ഞ് നമ്മളെ ജിസേലിനെ ഒന്ന് കളിയാക്കുന്നൊക്കെ ഉണ്ട്. ഇതിനിടയിൽ നല്ല രസമാണ്. എനിക്ക് എന്തോ അക്ബർ ഭയങ്കര ഫണ്ണായിട്ട് തോന്നി, അത്യാവശ്യം സ്മാർട്ടായിട്ട് തോന്നി. കുറച്ച് കുഴപ്പങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതിലേക്ക് വിളിക്കുന്നുണ്ട്, പക്ഷേ കൊള്ളാം, ഒരു എന്റർടൈനർ ആണ്. പക്ഷേ ജിസേലിനെ ഇവർ വിചാരിച്ചത് രാവിലെ അനുമോളെ കരയിപ്പിച്ചു, അപ്പൊ അതുപോലെ ജിസേലിനെ കരയിപ്പിക്കാം എന്നുള്ള വിചാരത്തിലാണ് തോന്നുന്നു ഇവർ തുടങ്ങിയത്. പക്ഷെ അത് നടന്നില്ല. ജിസേൽ വളരെ ബോൾഡ് ആണ്, സ്ട്രോങ് ആണ് അവർ. സോ അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് ഫൈറ്റ് ചെയ്ത് നിന്നു. മാത്രമല്ല ഇവരുടെ പോരായ്മകൾ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ അനീഷിന്റെ പറയാൻ നടക്കുന്നല്ലേ ഉള്ളൂ, അല്ല നിങ്ങൾ വേറെ എന്തായെന്നൊക്കെ ചോദിച്ചിട്ട് തിരിച്ച് ഇവരോട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ടും പറഞ്ഞു. അതെന്തായാലും ഇവർക്കൊന്ന് കൊണ്ടിട്ടുണ്ട്. അവർ കുറച്ച് കഴിയുമ്പോൾ അത് ആലോചിക്കും. കാരണം ഇവർ തങ്ങളിൽ ഗെയിം കളിക്കണം, അല്ലാതെ സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട് ഗെയിം കളിക്കുന്നത് ശരിയല്ല. അപ്പൊ എന്തായാലും അവർക്ക് അത് കണ്ണ് തുറക്കുമെങ്കിൽ തുറക്കട്ടെ. ജിസേൽ ആക്റ്റീവ് അല്ലായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. ഇങ്ങനെ ആക്റ്റീവ് ആയ പോലെ ബിഗ് ബോസിൽ, അതുകൊണ്ട് അവരുടെ അറ്റംപ്റ്റിനെ തെറ്റ് പറയാൻ പറ്റില്ല. ജിസേൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആകണം. പക്ഷേ ഇവർ ഈ ആക്റ്റീവ് ആണെന്ന് വിചാരിക്കുന്ന നമ്മളെ അപ്പാനിയും അതുപോലെ ഇവരൊക്കെ ഈ മെയിൽ കണ്ടസ്റ്റൻസ് ഒക്കെ ആകെ അനീഷിന്റെ പുറകെ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ അനുമോളെ പോലെയുള്ള സോഫ്റ്റ് ടാർഗറ്റുകളെ പോയി കരയിപ്പിക്കാനേ ഇവർക്ക് പറ്റുന്നുള്ളൂ. ഈ ആചാരവാഹുക്കളായിട്ടുള്ള മസിൽമാന്മാരായിട്ടുള്ള ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കണ്ടേ. ഇവന്മാരെല്ലാവരും കൂടെ 5-6 പേര് കൂടി ഇരുന്നിട്ട് ഇവർ മസിൽമാന്മാർ നല്ല തണ്ടും തടിയുള്ള 6-7 പേര് ഒന്നിച്ചിട്ട് ബാക്കിയുള്ള ചെറിയ ടാർഗറ്റുകളെ മാത്രം നോക്കിയിട്ട് ഗെയിം കളിക്കുന്നത് ഒരു ഫെയർ ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒപ്പത്തിനൊപ്പം ആൾക്കാർ തമ്മിൽ വേണം ഗെയിം കളിക്കാൻ. ആ നിലയ്ക്ക് ഈ പറഞ്ഞ പോലെ ജിസേൽ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.